Next, we have a topic which is IoT communication models. Okay. So, the important topic ആണ് IoT communication models. ഓക്കെ, അപ്പോൾ അതെന്താണ് നമ്മൾ മുമ്പത്തെ ടോപ്പിക്കിലൊക്കെ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂലേ, ഓരോ ഡിവൈസസും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, സോ IoT ഡിവൈസസിന് ഡിഫറെൻറ്റ് മെത്തേഡുകൾ വേണം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ഡിവൈസസും ബ്ലോഗ്സൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡുകൾ വേണം. അതിനാണ് IoT കമ്മ്യൂണിക്കേഷൻ മോഡൽസ് പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, സോ ഈ ഡിഫറെൻറ്റ് മെത്തേഡിനാണ് IoT കമ്മ്യൂണിക്കേഷൻ മോഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ, so for operational perceptions, it is important and useful to understand how various IoT devices communicate with each other. Communication models used in IoT have great value. ഓക്കെ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കണം. ആ ഡിവൈസസിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കുന്നുണ്ട്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ കറക്റ്റ് മനസ്സിലാക്കണം അല്ലേ. സോ അതിനാണ് IoT കമ്മ്യൂണിക്കേഷൻ മോഡൽ ഉള്ളത്. The IoTs allow people and things to be connected anytime, any place, with anything and anyone without using any network and any services. ഓക്കെ, സോ അതിൽ പറയുന്നത് എന്താ, ഈ IoT ഡിവൈസസിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. സോ ഈ ആൾക്കാർക്കും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് തിങ്സിനും ഡിഫറെൻറ്റ് ഡിവൈസസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എങ്ങനെ, ഏതൊക്കെ സിറ്റുവേഷനാണ് പറഞ്ഞത്, ലൈക്ക് എനി ടൈം, എനി പ്ലേസ്, എനിത്തിങ്, എനി വൺ, ഏതൊരു സിറ്റുവേഷനിലും ഡിവൈസസിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. സോ അതിനാണ് IoT കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ഉള്ളത്. ഓക്കെ, സോ മെയിനായിട്ട് 4 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ഉണ്ട് അല്ലേ. സോ ഫസ്റ്റ് വൺ എന്താ, റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് മോഡൽ, പിന്നെ പബ്ലിഷർ ആൻഡ് സബ്സ്ക്രൈബർ മോഡൽ, പുഷ് പുൾ മോഡൽ ആൻഡ് എക്സ്ക്ലൂസീവ് പെയർ അല്ലേ. അപ്പോൾ ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്താ മനസ്സിലായില്ലേ, അതായത് ഈ IoT സിസ്റ്റത്തിൻ്റെ ഡിവൈസസിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. സോ അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് IoT മോഡൽസ്, കമ്മ്യൂണിക്കേഷൻ മോഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 4 മോഡലുകൾ പറഞ്ഞു. ആൻഡ് ഫസ്റ്റ് വണ്ണ്, okay, the first one is request response model അല്ലേ. So the communication models of IoT are used for communicating between systems and the server. അപ്പോൾ IoT സിസ്റ്റംസും സെർവേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ റിക്വസ്റ്റ് റെസ്പോൺസ് മോഡൽ. ഓക്കെ, സോ റിക്വസ്റ്റ് റെസ്പോൺസ് മോഡൽ എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് നോക്കുക, ഒരു സിംപ്ലസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മോഡലാണ് ഇത്. ഓക്കെ, സോ IoTയിലുള്ള ഒരു സിംപ്ലസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മോഡലാണ് റിക്വസ്റ്റ് റെസ്പോൺസ് മോഡൽ. ഓക്കെ, ഇതിലെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, ക്ലൈൻ്റ് ഉണ്ടല്ലോ, അതായത് ക്ലൈൻ്റ് അത് IoT ഡിവൈസ് ഉണ്ടാവും അല്ലേ. ഈ IoT ഡിവൈസ് സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കും. ഓക്കെ, ബേസിക്കായിട്ട് നോക്കുക, സെർവറും ഡിവൈസസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ ഡിവൈസ് സെർവറിനൊരു റിക്വസ്റ്റ് കൊടുക്കും. എന്നിട്ട് ഈ സെർവർ എന്താക്കും, ആ റിക്വസ്റ്റിനനുസരിച്ച് ആ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്തിട്ട് ഒരു റെസ്പോൺസ് തിരിച്ച് ഈ IoT ഡിവൈസ് അല്ലെങ്കിൽ ആ ക്ലൈൻറ്റിന് കൊടുക്കും. അതാണ് റിക്വസ്റ്റ് റെസ്പോൺസ് മോഡൽ. മനസ്സിലായോ? Okay, so request response model is one of the communication model used in the IoT. Okay, so in this model a client IoT device sends a request to a server. അപ്പോൾ സെർവറിന് IoT ഡിവൈസ് ഒരു റിക്വസ്റ്റ് കൊടുക്കും. ആ റിക്വസ്റ്റിനനുസരിച്ചിട്ട് ഒരു റെസ്പോൺസ് ആദ്യം തിരിച്ചു കൊടുക്കും, സെർവർ തിരിച്ച് ഈ ഡിവൈസിന് കൊടുക്കും. ഓക്കെ, അതാണ് ബേസിക് ആയിട്ട്. ഫോർ എക്സാമ്പിൾ ഏതാ, അപ്പോൾ നമുക്ക് പറയാം HTTP അല്ലേ. HTTP ഒരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്, പ്രോട്ടോക്കോൾ യൂസ്ഡ് HTTP അല്ലേ. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് HTTP പറയാം അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഗൂഗിളിൽ ഒരു സാധനം സെർച്ച് ചെയ്താൽ നമുക്കത് തിരിച്ച് റെസ്പോൺസ് തരുമ്പോഴാണ് നമുക്ക് ആ വെബ് ഓപ്പൺ ആവണത് അല്ലേ. സോ ഹൗ ഇറ്റ് വർക്ക്, ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് 4 സിമ്പിൾ സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് എന്താ, ദ IoT ഡിവൈസ് സെൻഡ്സ് എ റിക്വസ്റ്റ് ടു സെർവർ. അപ്പോൾ സെർവറിനൊരു റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ ഈ സെർവർ റിക്വസ്റ്റ് റിസീവ് ചെയ്യും അവിടെ അല്ലേ. റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെർവർ എന്താക്കുക, ഈ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യും. റിക്വസ്റ്റിൽ എന്താണ് അതിനനുസരിച്ച് പ്രോസസ്സ് ചെയ്തിട്ട് അതിനാവശ്യമുള്ള ഡാറ്റ എടുക്കും. എന്നിട്ട് ഈ ഡാറ്റ തിരിച്ച് റെസ്പോൺസ് ആയിട്ട് തിരിച്ച് IoT ഡിവൈസിലേക്ക് കൊടുക്കും. അതാണ് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് മോഡൽ. ഓക്കെ, അതാണ് മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് എന്തൊക്കെ ഉണ്ട്, അതിൻ്റെ മുമ്പ് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഒരു നമ്മളെ ഫോണിൽ ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ എടുക്കുക, ഒരു വെതർ നോക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി. ഓക്കെ, ഞാനാണ് ക്ലൈൻറ്റ് അല്ലേ, ആൻഡ് സെർവർ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ഫോൺ ക്ലൈൻറ്റ് എന്താക്കും, ഇപ്പം ഇന്നത്തെ ടെമ്പറേച്ചർ എന്താണെന്ന് നോക്കും. അതാണ് റിക്വസ്റ്റ്. സോ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ടുഡേയ്സ് ടെമ്പറേച്ചർ. ആ റിക്വസ്റ്റ് സെർവറിന് റിസീവ് ആവും അല്ലേ. സെർവറിന് റിസീവ് ആയി കഴിഞ്ഞാൽ സെർവർ എന്താക്കും, വെതർ ഇൻഫർമേഷൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഡാറ്റാബേസിനൊക്കെ വെതർ ഇൻഫർമേഷൻ എടുത്തിട്ട് ഇന്നത്തെ ടെമ്പറേച്ചർ എന്താ നോക്കും. അപ്പോൾ ഇന്നിപ്പോൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ തിരിച്ച് ഈ സെർവർ എന്താക്കും, നമ്മൾ ഫോണിലേക്ക് തിരിച്ച് ടെമ്പറേച്ചർ അയക്കും അല്ലേ.
അതാണ് എന്ത് റെസ്പോൺസ്. സോ ദിസ് ഇസ് ബേസിക്കലി റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് മോഡൽ. അപ്പോൾ ഇവിടെ എന്തൊക്കെ എൻറ്റിറ്റീസ് ഉണ്ട്? ക്ലയൻറ്റ് റിക്വസ്റ്റ് ഉണ്ട്, സെർവർ റെസ്പോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ ക്ലയൻറ്റ് റിക്വസ്റ്റ് എന്താ? ഒരു ഡിവൈസ് അല്ലേ. ഇപ്പം ഒരു സ്മാർട്ട് തെർമോമീറ്റർ, ഒരു സെൻസറൊക്കെ എന്താണ്? ഒരു ക്ലയൻറ്റ് ഡിവൈസാണ് അല്ലേ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അതായത് റിക്വസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ് ക്ലയൻറ്റ് റിക്വസ്റ്റ്. അതാണ് ആ ഡിവൈസാണ് ക്ലയൻറ്റ്. ഓക്കെ. സോ ഫോർ ഒരു ഡാറ്റ എടുക്കാൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സ്പെസിഫിക് ആയിട്ട് കൊടുക്കാൻ അങ്ങനത്തെ ഒക്കെ സെർവറിന് ഒരു റിക്വസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആളാണ് ക്ലയൻറ്റ് റിക്വസ്റ്റ്. സെർവർ റെസ്പോൺസ് എന്താ? ഈ റിക്വസ്റ്റിനനുസരിച്ചിട്ട് ഡാറ്റ എടുത്ത് പ്രോസസ്സ് ചെയ്യുക, ഈ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യുക, അതിനനുസരിച്ചുള്ള ഡാറ്റാ ബേസിൽ നിന്നോ വേറെ റിസോഴ്സസ് നിന്നൊക്കെ റിട്രീവ് ചെയ്തിട്ട് റെസ്പോൺസ് ഫോർമുലേറ്റ് ചെയ്യലാണ് സെർവർ റെസ്പോൺസിൻ്റെ റൂൾ. ഓക്കെ. പിന്നെ ഇവിടെ സ്റ്റേറ്റ്ലെസ് നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്ലെസ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ റിക്വസ്റ്റ് റെസ്പോൺസ് മോഡൽ സ്റ്റേറ്റ്ലെസ് ആണ്. ഓക്കെ. സോ ദ സെർവേഴ്സ് ട്രീറ്റ്സ് ഈച്ച് റിക്വസ്റ്റ് ആസ് ഇൻഡിപെൻഡൻറ്റ് വിത്തൗട്ട് റിട്ടൈനിങ് എനി കോണ്ടെക്സ്റ്റ് ഫ്രം പ്രീവിയസ് റിക്വസ്റ്റ്. ഓക്കെ. അതായത് ദിസ് സിംപ്ലിഫൈ സെർവർ ആർക്കിടെക്ചർ ആൻഡ് എൻഹാൻസ് സ്കെയിലബിലിറ്റി. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു റിക്വസ്റ്റ് അയച്ചു ഫസ്റ്റ്, അതിൻ്റെ റെസ്പോൺസ് ഒക്കെ കിട്ടി, ഞാൻ സെക്കൻഡ് റിക്വസ്റ്റ് അയച്ചു. പക്ഷേ ഈ ഫസ്റ്റ് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി ഒരു നോളജും ഉണ്ടാവില്ല സെർവറിന്. ഓക്കെ. ഇപ്പോൾ സെർവറിന് പ്രീവിയസ് റിക്വസ്റ്റിനെ പറ്റി റിമെമ്പർ ചെയ്ത് വെക്കില്ല, അതിനൊരു നോളജും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ റിക്വസ്റ്റും അത് പുതിയ റിക്വസ്റ്റ് ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഒരു പ്രീവിയസ് ഡാറ്റ അവിടെ സ്റ്റോർ ചെയ്യില്ല, ഒരു പ്രീവിയസ് റിക്വസ്റ്റ് അവിടെ സ്റ്റോർ ചെയ്യില്ല. ഓക്കെ. ഫോർ എക്സാമ്പിൾ നോക്കുക, ഞാനിപ്പോൾ ഗൂഗിൾ IoT എന്ന് സെർച്ച് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നെറ്റ്വർക്ക് ലെയറിനെ സെർച്ച് ചെയ്ത്. അപ്പം രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് ഗൂഗിൾ ഇത് പ്രോസസ്സ് ചെയ്യുക, അല്ലാതെ മുമ്പത്തെ ഡാറ്റിനെ ബേസ് ചെയ്തിട്ടൊന്നുമല്ല. ഓക്കെ. അതാണ് റിക്വസ്റ്റ് റെസ്പോൺസ് സ്റ്റേറ്റ്ലെസ് നേച്ചർ ആണെന്ന് പറയാൻ കാരണം. ഓക്കെ. സോ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? സിംപ്ലിസിറ്റി, സ്കെയിലബിലിറ്റി ആൻഡ് വൈഡ്ലി യൂസ്ഡ്. ഓക്കെ. അപ്പോൾ സിംപ്ലിസിറ്റി എന്താ? അത് ഭയങ്കര സിമ്പിളാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും സിമ്പിളാണ്. കാരണം ഒരു റിക്വസ്റ്റ് കൊടുക്കുക, അതിന് റെസ്പോൺസ് കിട്ടുക, അത്രയേ ഉള്ളൂ അല്ലേ. പിന്നെ സ്കെയിലബിലിറ്റിയിൽ പറഞ്ഞാൽ എന്താ? ഹാൻഡ്ലിങ് ഈച്ച് റിക്വസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ്ലെസ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ റിക്വസ്റ്റും ഹാൻഡിൽ ചെയ്യും. സോ ലാർജ് നമ്പർ ഓഫ് ക്ലയൻറ്റ് എഫിഷ്യൻ്റ്ലി. അപ്പോൾ എന്താക്കുക? കുറേ ലാർജ് നമ്പർ ഓഫ് ക്ലയൻറ്റിനെ ഇതാക്കുക, ഓക്കെ, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ കുറേ ക്ലയൻറ്റ് റിക്വസ്റ്റ് അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ലാർജ് നമ്പർ ഓഫ് ഡിവൈസസിനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും സെർവറിനായിട്ട്. പിന്നെ വൈഡ്ലി യൂസ്ഡ് ആണ് ഇത്. മെനി ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ മോഡൽ. ഫോർ എക്സാമ്പിൾ ഏതൊക്കെ? റെസ്റ്റ് API, HTTP ഒക്കെ എന്താണ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള അല്ലേ. അവിടെയൊക്കെ എന്ത് യൂസ് ചെയ്യാണ്? ഈ റിക്വസ്റ്റ് റെസ്പോൺസ് മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ എക്സാമ്പിൾ നോക്ക്, യൂസർ ആക്സസിങ് ഡാറ്റ ഫ്രം വെബ് സെർവർ ത്രൂ. ഇപ്പോൾ ഞാൻ ഒരു ക്ലൈമറ്റ് വെതർ ആപ്ലിക്കേഷൻ പറഞ്ഞില്ലേ, അതാണ് അവിടുത്തെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ. സോ അതിൻ്റെ ഡയഗ്രാം നോക്ക്, റിക്വസ്റ്റ് റെസ്പോൺസ് കമ്മ്യൂണിക്കേഷൻ മോഡലിൽ ഇവിടെ എന്താണ്? ഇവിടെ കണ്ട ക്ലയൻറ്റ് ഉണ്ട്, സെർവർ ഉണ്ട്, റിസോഴ്സസ് ഇവിടെ വേറെ കൊടുത്തതിന് അല്ലേ. അപ്പോൾ ഇവിടെ ക്ലയൻറ്റ് ഫസ്റ്റ് എന്താക്കും? ഒരു സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കും, അതാണ് ഫസ്റ്റ് കൊടുക്കുന്നത് അല്ലേ. കമ്മ്യൂണിക്കേഷൻ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സെർവർ എന്താക്കും? ഇവിടെ എന്താ? റിസീവ്സ് റിക്വസ്റ്റ് ഫ്രം ക്ലയൻറ്റ് കണ്ടോ. അപ്പോൾ സെർവർ ഫസ്റ്റ് റിക്വസ്റ്റ് റിസീവ് ചെയ്യും, എന്നിട്ട് ആ റിക്വസ്റ്റിനനുസരിച്ചിട്ട് പ്രോസസ്സ് ചെയ്യും. പിന്നെ അതിന് എവിടെ നിന്നൊക്കെയാണ് റിസോഴ്സസ് എടുക്കാൻ നോക്കും. ആ റിസോഴ്സസൊക്കെ ഇവിടെ നിന്നായിട്ട് എടുക്കുക. അങ്ങനെ ആ റിസോഴ്സസൊക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് റെസ്പോൺസ് ക്ലയൻറ്റിലേക്ക് കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് സിംപ്ലി ഒരു റിക്വസ്റ്റ് റെസ്പോൺസ് മോഡൽ. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തത്. ഓക്കെ. സോ ഇവിടെ എന്താ പറയണത്? ക്ലയൻറ്റ് ഉണ്ട്, സെർവർ ഉണ്ട്, പിന്നെ അത് പ്രോസസ്സ് ചെയ്യും, പിന്നെ ഡാറ്റാബേസിൽ റെസ്പോൺസ് എടുക്കും, പിന്നെ റെസ്പോൺസ് കൊടുക്കും. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡയഗ്രാമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. സോ അതെന്താ നോക്കാം. സോ ഇവിടെ ക്ലയൻറ്റ് എന്താക്കും? ഫസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കും അല്ലേ. ഫസ്റ്റ് ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് ഇവിടെ കൊടുക്കും. റിക്വസ്റ്റ് കൊടുക്കണ എങ്ങോട്ടാണ്? സെർവറിലേക്കാണ് കൊടുക്കുക. അപ്പോൾ സെർവർ റിക്വസ്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ സെർവർ നോക്കും എന്താണ് ഈ ക്ലയൻറ്റ് ചോദിക്കുന്നത്, അതാണ് സെർവർ നോക്കുക. ഓക്കെ. അപ്പം ഈ സെർവർ എന്താക്കും? റിക്വസ്റ്റിനെ ഇവിടെ പ്രോസസ്സ് ചെയ്യുക. പ്രോസസ്സ് ചെയ്യാൻ എന്താ? അതായത് പ്രോസസ്സ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പം ചോദിച്ച ആ ഇൻഫർമേഷൻ എവിടെയാണ് സ്റ്റോർ ചെയ്തത്, പിന്നെ നമ്മൾ എന്ത് ഡാറ്റ ആണ്, അതായത് സെർവർ എന്ത് ഡാറ്റ ആണ് തിരിച്ച് ഈ ക്ലയൻറ്റിന് കൊടുക്കേണ്ടതെന്നൊക്കെ പ്രോസസ്സ് ചെയ്യും. ഓക്കെ. എന്നിട്ട് ഫെച്ച് റെസ്പോൺസ്. അപ്പോൾ തിരിച്ച് റെസ്പോൺസ് കൊടുക്കണം. ആ കൊടുക്കാനുള്ള റെസ്പോൺസ് ഫെച്ച് ചെയ്യും. എവിടുന്നാണ് ഫെച്ച് ചെയ്യുക? ഡാറ്റാ ബേസിനാണ് ഫെച്ച് ചെയ്യുക അല്ലേ. ഡാറ്റാ ബേസ് ഇവിടെ കൊടുത്തുണ്ടാവും. അപ്പോൾ ഡാറ്റാ ബേസിനത് തിരിച്ച് ഫെച്ച് ചെയ്യും അല്ലേ. ഡാറ്റാ ബേസിനത് ഫെച്ച് ചെയ്യും. ഫെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താക്കും? റെസ്പോൺസ് ആർക്കയക്കും? ക്ലയൻറ്റിനേക്ക് തിരിച്ച് റെസ്പോൺസ് കൊടുക്കും. ഓക്കെ. സോ ഇതാണൊരു റിക്വസ്റ്റ് റെസ്പോൺസ് മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ. സോ റിക്വസ്റ്റ് റെസ്പോൺസ് മോഡലിന് ശേഷം നെക്സ്റ്റ് മോഡലാണ് പബ്ലിഷർ സബ്സ്ക്രൈബർ മോഡൽ. ഓക്കെ. സോ പബ്ലിഷർ സബ്സ്ക്രൈബർ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത്
ഇവിടെ ഒരു ബ്രോക്കർ എന്ന് പറഞ്ഞൊരു ബ്രോക്കർ ആലോചിക്കുക. ഓക്കെ, സോ ഈ മെസ്സേജസ് ഒക്കെ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരു ബ്രോക്കർ ത്രൂ ആണ് കമ്മ്യൂണിക്കേറ്റ്, ഒരു മീഡിയേറ്റർ ആയിട്ടൊരു ബ്രോക്കർ ഉണ്ടെന്ന് ആലോചിക്കുക. ഓക്കെ, സോ പബ്ലിഷർ സബ്സ്ക്രൈബ് മോഡൽ എന്താണ്? ഒരു ബ്രോക്കർ ഉണ്ട്. ഓക്കെ, സോ ദ പബ്ലിഷർ സബ്സ്ക്രൈബർ മോഡൽ ഇസ് ആൻ IoT communication model where devices communicates through a broker. The publisher and subscriber do not communicate directly. ഓക്കെ, അപ്പം ഇവിടെ പബ്ലിഷറും ഉണ്ട് സബ്സ്ക്രൈബറും ഉണ്ട് അല്ലേ. ഇവർ തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരു ബ്രോക്കർ ത്രൂ ആണ് കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഓക്കെ, സോ എല്ലാ ഡാറ്റാസും അങ്ങോട്ട് പാസ് ചെയ്യാറാണ് ബ്രോക്കറാണ് പാസ് ചെയ്യുക. ഓക്കെ, സോ ഇവിടുത്തെ കമ്പോണൻസ് എന്തൊക്കെയാണ്? പബ്ലിഷറും ഉണ്ട്, സബ്സ്ക്രൈബറും ഉണ്ട്, പിന്നെന്താ ഒരു ബ്രോക്കർ എക്സ്ട്രാ ഉണ്ട് അല്ലേ. സോ പബ്ലിഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഡാറ്റ ആരാണ് അയക്കണത്, സെൻഡ് ചെയ്യണത് ആരാണ്? ഇങ്ങോട്ടാണ് സെൻഡ് ചെയ്യുക, നേരെ സബ്സ്ക്രൈബറിലേക്കല്ല സെൻഡ് ചെയ്യുക, മീഡിയേറ്റ് ആയിട്ടുള്ള ബ്രോക്കറിലേക്കാണ് സെൻഡ് ചെയ്യുക. ഓക്കെ, ഒരു ഡാറ്റ ബ്രോക്കറിലേക്ക് സെൻഡ് ചെയ്യണതാണ് പബ്ലിഷർ. സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ബ്രോക്കറിന് ഡാറ്റ റിസീവ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. അപ്പം ഈ ബേസ്ഡ് ഓൺ ടോപ്പിക് ഇറ്റ് ഹാസ് സബ്സ്ക്രൈബ്ഡ് ടു, അതായത് ഈ ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ മാൻ ആയിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ഡാറ്റ റിസീവ് ചെയ്യുക. അപ്പം ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ് അവിടെ റിസീവ് ചെയ്യുക. ബ്രോക്കർ എന്ന് പറഞ്ഞാൽ എന്താ? മിഡിൽ മാൻ, മീഡിയേറ്റർ ആയിട്ടുള്ള ഒരാളാണ്. സോ റിസീവ്ഡ് മെസ്സേജസ്, അപ്പോൾ പബ്ലിഷർ എന്നുള്ള മെസ്സേജ് റിസീവും ചെയ്യും, ഈ സബ്സ്ക്രൈബറിലേക്കുള്ള ഡാറ്റ അയക്കും ചെയ്യും അല്ലേ, സെൻഡ് ചെയ്യലാണ് ബ്രോക്കറിൻ്റെ റൂള്. ഓക്കെ, ഹൗ ഇറ്റ് വർക്ക്സ്, ഇതെങ്ങനെ വർക്ക് ചെയ്യുക? പബ്ലിഷർ എന്താക്കും? ഒരു മെസ്സേജ് ബ്രോക്കറിലേക്ക് അയക്കും. ഓക്കെ, ബ്രോക്കറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ആലോചിക്കുക, ഇപ്പോൾ ടെമ്പറേച്ചറിനെ പറ്റിയാണ് നമ്മൾ ചോദിക്കണതെന്ന് വിചാരിക്കുക. അപ്പോൾ പബ്ലിഷർ എന്താക്കും? ഒരു മെസ്സേജ് ബ്രോക്കറിലേക്ക് അയക്കും. ഓക്കെ, സോ ഈ മെസ്സേജിൽ എന്തുണ്ടാവും? നമുക്ക് ആവശ്യമുള്ള ടോപ്പിക് എന്താണ് അത് ആ മെസ്സേജിലുണ്ടാവും. ഈ സബ്സ്ക്രൈബർ എന്താക്കും? ബ്രോക്കർ റിസീവ് ചെയ്തിട്ട് അത് സബ്സ്ക്രൈബറിലേക്ക് കൊടുക്കും. സബ്സ്ക്രൈബർ ഈ ടോപ്പിക് എന്താക്കും? സബ്സ്ക്രൈബ് ചെയ്യും. എന്നിട്ട് ബ്രോക്കർ എന്താക്കും? ഈ മെസ്സേജ് എന്താക്കും? ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഓൾ സബ്സ്ക്രിപ്ഷൻസ് എന്താക്കും? തിരിച്ച് പബ്ലിഷറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. സോ ദ പബ്ലിഷർ സെൻഡ്സ് എ മെസ്സേജ് ടു ബ്രോക്കർ. ദ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ്സ് ടു ദ ടോപ്പിക് ഇറ്റ് വാണ്ട്സ് ടു റിസീവ്. അപ്പോൾ സബ്സ്ക്രൈബർ എന്താക്കാണ്? അതായത് സബ്സ്ക്രൈബറിന് ഈ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബർ എന്താക്കും? സബ്സ്ക്രൈബ് ചെയ്യും. അതിന് ആവശ്യമുള്ള എല്ലാ ടോപ്പിക്കിന് ആവശ്യമുള്ള ഡാറ്റാസ് ഈ ബ്രോക്കർ എന്താക്കും? ടോപ്പിക്ക് ചെക്ക് ചെയ്തിട്ട് അത് തിരിച്ച് ഫോർവേഡ് ചെയ്യും ആ മെസ്സേജ് അല്ലേ, ടു ഓൾ സബ്സ്ക്രൈബേഴ്സ് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ടോപ്പിക്. ഓക്കെ, പ്രോട്ടോക്കോൾ ഇവിടെ ഏതാ യൂസ് ചെയ്യുന്നത്? MQTT ആണ് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ. ഓക്കെ, മറ്റോടത്ത് HTTP നമ്മൾ പറഞ്ഞില്ല, അതേപോലെ ഇവിടെ MQTT എന്ന് പറഞ്ഞാൽ എന്താ? മെസ്സേജ് ക്യൂയിങ് ടെലിമെട്രി ട്രാൻസ്പോർട്ടാണ് MQTT. ഓക്കെ, സോ ഇവിടെ സിംപ്ലി എന്താണ്? ഈ പബ്ലിഷർ എന്താക്കും? ഒരു മെസ്സേജ് ബ്രോക്കറിലേക്ക് കൊടുക്കും. ആ മെസ്സേജിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള ടോപ്പിക് ഉണ്ടാവും. എന്നിട്ട് ഇതെന്താക്കും? സബ്സ്ക്രൈബറിലേക്ക് ബ്രോക്കർ കൊടുക്കും. സബ്സ്ക്രൈബർ എന്താക്കും? ഈ ടോപ്പിക്കിന് ആവശ്യമുള്ളതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും. എന്നിട്ട് ഈ സബ്സ്ക്രൈബ് ചെയ്തത് എല്ലാം കൂടെ ആ ടോപ്പിക്കിൻ്റെ എല്ലാ സബ്സ്ക്രിപ്ഷൻസ് എല്ലാം കൂടെ തിരിച്ച് ബ്രോക്കറിലേക്ക് കൊടുക്കും. ബ്രോക്കർ അത് തിരിച്ച് പബ്ലിഷറിലേക്ക് കൊടുക്കും. ഓക്കെ, ഇപ്പം പബ്ലിഷർ എന്ത് ചോദിക്കുകയാണ്? ടെമ്പറേച്ചർ ചോദിക്കുകയാണ്. അപ്പം ഈ ബ്രോക്കർ എന്താക്കും? ഈ മൊബൈൽ ആപ്പിൽ പോയിട്ട് ടെമ്പറേച്ചർ ഇപ്പം 30 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ഈ ടോപ്പിക്കിൽ കൊടുക്കും. ഓക്കെ, ഇവിടുത്തെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഡീകപ്ലിംഗ് പറഞ്ഞിട്ടുണ്ട്. ഡീകപ്ലിംഗ് എന്ന് പറഞ്ഞാൽ പബ്ലിഷേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് ആ ഇൻഡിപെൻഡൻ്റ് അല്ലേ. അപ്പം എന്താണ്? സിസ്റ്റം മോർ ഫ്ലെക്സിബിൾ ആൻഡ് സ്കെയിലബിൾ ആണ് അല്ലേ. സോ പബ്ലിഷർ ആൻഡ് സബ്സ്ക്രൈബർ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് അറിയില്ല, ഒരു മീഡിയേറ്റ് ആയിട്ടുള്ള ബ്രോക്കറിന് മാത്രമേ അവർക്ക് രണ്ടാക്കും അറിയുള്ളൂ. സോ അതുകൊണ്ട് ഡീകപ്ലിംഗ്, അതിനാണ് ഡീകപ്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെ സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഇപ്പം പബ്ലിഷറിന് ഇങ്ങനെ റിക്വസ്റ്റ് അയച്ചുകൊണ്ട് നിൽക്കുക, സബ്സ്ക്രൈബറിൻ്റെ ഒരു ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കേണ്ട അവിടെ അല്ലേ. സോ പബ്ലിഷേഴ്സ് ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ സബ്സ്ക്രൈബേഴ്സ് ടു ബി അവൈലബിൾ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് പബ്ലിഷറിന് അയക്കാം, അവിടെ നിന്നുള്ളൊരു റെസ്പോൺസിന് വെയിറ്റ് ചെയ്യേണ്ട. പിന്നെ റിയൽ ടൈം ഡാറ്റ. സോ ഇവിടെ റിയൽ ടൈം ഡാറ്റ ഡെലിവറിയാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡാറ്റാസ് ഓൾമോസ്റ്റ് അവിടെ റിസീവ് ചെയ്യും. പിന്നെ സ്കെയിലബിലിറ്റി, സിസ്റ്റംസ് ക്യാൻ ഈസിലി ഹാൻഡിൽ ലാർജ് നമ്പർ ഓഫ് പബ്ലിഷേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ആൻഡ് മെസ്സേജസ്. ഓക്കെ, അപ്പോൾ പബ്ലിഷറിന് എത്ര വേണമെങ്കിലും സെൻഡ് ചെയ്യാം, സബ്സ്ക്രൈബേഴ്സിന് എത്ര വേണമെങ്കിൽ റിസീവ്, അതൊക്കെ ഇവിടെ എന്താണ്? ലാർജ് നമ്പറിൽ പറ്റും. സോ അതുകൊണ്ട് സ്കെയിലബിളാണ്. പിന്നെ ഫ്ലെക്സിബിലിറ്റി, അപ്പോൾ പുതിയ യൂസേഴ്സ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യുക, റിമൂവ് ചെയ്യുക. പുതിയ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആഡ് ചെയ്യുക, റിമൂവ് ചെയ്യുക. പക്ഷേ അത് പബ്ലിഷറിനെ എഫക്റ്റ് ചെയ്യൂല.
അതുകൊണ്ടാണ് ഫ്ലെക്സിബിൾ ആണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, അതായത് ഇപ്പോൾ ഒരു മെഷീൻ, ഒരു മെയിൻ്റെനൻസ് ടീമും ഉണ്ട് ആലോചിക്കുക. അപ്പോൾ ആ മെഷീനിൽ ഇപ്പം ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യണം. അപ്പോൾ ഇൻഫർമേഷൻ ബ്രോക്കറിലേക്ക് ചോദിക്കും. ബ്രോക്കർ എന്നിട്ട് ആ ഇൻഫർമേഷൻ കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, മെയിൻ്റെനൻസ് എഞ്ചിനീയേഴ്സ് ബ്രോക്കറിനാണ് അറിയിക്കുക, ബ്രോക്കറാണ് അത് തിരിച്ച് ആ മെഷീനിലേക്ക് കൊടുക്കുക. ഓക്കെ, മെഷീൻസ് ഇപ്പോൾ നോക്ക്, മെഷീൻസ് എന്ന് പറഞ്ഞാൽ പബ്ലിഷേഴ്സ് സ്റ്റാറ്റസ് ഓഫ് അപ്ഡേറ്റ് ഒരു സെൻട്രൽ സിസ്റ്റത്തിനോട് അപ്ഡേറ്റുകൾ ചോദിക്കും. സോ ഈ ബ്രോക്കർ എന്താക്കും, അതായത് സെൻട്രൽ സിസ്റ്റം എന്താക്കും, മെയിൻ്റെനൻസ് ടീമിനോട് അത് ചോദിക്കും. അതാണ് സബ്സ്ക്രൈബേഴ്സ്. എന്നിട്ട് അത് തിരിച്ച് റെസ്പോൺസ് കൊടുക്കുകയാണ് ചെയ്യുക. സോ ദിസ് ഈസ് പബ്ലിഷർ ആൻഡ് സബ്സ്ക്രൈബർ മോഡൽ. ഓക്കെ, ഇവിടെ ഡയഗ്രത്തിൽ എന്താ പറയുന്നത്? പബ്ലിഷ് സബ്സ്ക്രൈബ് മോഡൽ എന്താണ്? ഇപ്പോൾ ഇവിടെ നോക്കാം. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് എന്താ ഉള്ളത്? ഒരു പബ്ലിഷർ ഉണ്ട് അല്ലേ. പബ്ലിഷർ എന്താക്കും, ആവശ്യമുള്ള ടോപ്പിക്കുകളൊക്കെ അവരോട് ചോദിക്കും. ഓക്കെ, എന്നിട്ട് ബ്രോക്കറിനോടാണ് ചോദിക്കുക. അപ്പോൾ ബ്രോക്കർ എന്താക്കും, ഓരോ ടോപ്പിക്കിനും ഓരോ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഡാറ്റ എടുക്കും അല്ലേ. അപ്പോൾ ഈ സെൻറ്ററിന് കണ്ടിന്യൂസ്ലി അത് സെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുക പബ്ലിഷറിന് അല്ലേ. ഒരു റെസ്പോൺസിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ ഇവിടെ നോക്ക്, പബ്ലിഷർ എന്താക്കും, ബ്രോക്കറിന് ടോപ്പിക്സ് കൊടുക്കും. ബ്രോക്കർ അത് ഡിഫറെൻറ്റ് സബ്സ്ക്രൈബേഴ്സിൻ്റെ നിന്ന് എടുക്കും അല്ലേ. അപ്പോൾ ഇതാണ് ഒരു പബ്ലിഷ് സബ്സ്ക്രൈബ് മോഡൽ. ഓക്കെ, സോ ഇവിടെ 3 എൻറ്റിറ്റീസ് ഉണ്ട്. പബ്ലിഷർ ഉണ്ട്, ബ്രോക്കർ ഉണ്ട്, കൺസ്യൂമർ ഉണ്ട്. കൺസ്യൂമറിന് ആസ് എ സബ്സ്ക്രൈബർ ഉണ്ട് അല്ലേ. സോ പബ്ലിഷർ എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ഡാറ്റ ആണ്. ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഈ റൂട്ടിങ്ങും അതേപോലെ മാനേജിങ്ങും ഒക്കെ നടത്തും. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ, സബ്സ്ക്രൈബർ. സോ പബ്ലിഷർ സെൻഡ്സ് ഡാറ്റ ടു ടോപ്പിക്സ്, എന്നിട്ട് ഡയറക്റ്റ്ലി കൊടുക്കല്ല ചെയ്യുക. ഈ ടോപ്പിക്സൊക്കെ ബ്രോക്കർ മാനേജ് ചെയ്യും. എന്നിട്ട് സ്പെസിഫിക് ടോപ്പിക്സ് സബ്സ്ക്രൈബ് ചെയ്യും. എന്നിട്ട് ഈ ബ്രോക്കർ എന്താക്കും, പബ്ലിഷറിൽ നിന്നുള്ള റെസ്പോൺസ് കിട്ടുമ്പോൾ അത് സബ്സ്ക്രൈബ്ഡ് കൺസ്യൂമേഴ്സിനൊക്കെ സെൻഡ് ചെയ്യും അതില്ലേ. പിന്നെ ഡീകപ്ലിംഗ് നമ്മൾ പറഞ്ഞു. പിന്നെ അതായത് എന്താണ്, അൺഅവെയർ ആണ് പബ്ലിഷേഴ്സും കൺസ്യൂമേഴ്സൊക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അൺഅവെയർ ആണ് അല്ലേ. സോ അതാണ് ഈ പബ്ലിക് സബ്സ്ക്രൈബർ മോഡൽ പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് പുഷ് ആൻഡ് പുൾ മോഡൽ. ഓക്കെ, അപ്പോൾ പുഷ് ആൻഡ് പുൾ മോഡൽ എന്താണ്? ഇതൊരു ഇതേപോലെ തന്നെ IoT കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, where data is sent to a queue by the publisher and the consumer retrieves the data from the queue when needed. ഓക്കെ, അപ്പം മറ്റേതിലൊക്കെ എങ്ങനെയാണ്, പബ്ലിഷറും ഉണ്ടാവും സബ്സ്ക്രൈബറും ഉണ്ടാവും അല്ലേ. അപ്പോൾ പബ്ലിഷർ എന്താക്കാണ്, ഡയറക്റ്റ്ലി സബ്സ്ക്രൈബറിന്, അതായത് കൺസ്യൂമറിന് ഡാറ്റ കൊടുക്കലാണ് ഏതിലൊക്കെ ഉള്ളത്, റിക്വസ്റ്റ് റെസ്പോൺസ് മോഡലൊക്കെ ഉള്ളത്. പക്ഷേ പുഷ് പുൾ മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പബ്ലിഷർ ഡാറ്റ ക്യൂവിലേക്കാണ് പുഷ് ചെയ്യുക. ഇവിടെ ഒരു ക്യൂ ഉണ്ട്, ആ ക്യൂവിലേക്കാണ് ഡാറ്റ പുഷ് ചെയ്യുക. എന്നിട്ട് ഈ കൺസ്യൂമർ ആവശ്യമുള്ളപ്പം ആ ക്യൂവിൽ നിന്ന് ഡാറ്റ എടുക്കുകയാണ് ചെയ്യുക. മനസ്സിലായോ? സോ പുഷ് ചെയ്യും, എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ പുൾ ചെയ്യും. സോ ദ പുൾ പുഷ് മോഡൽ ഇസ് ആൻ IoT കമ്മ്യൂണിക്കേഷൻ മോഡൽ വെർ ഡാറ്റ ഇസ് സെൻഡ് ടു എ ക്യൂ. കണ്ടോ, ഒരു ക്യൂവിലേക്കാണ് അയക്കുക ബൈ ദ പബ്ലിഷർ ക്യൂവിലേക്ക് അയക്കും. ആൻഡ് ദ കൺസ്യൂമർ റിട്രീവ്സ് ഡാറ്റ. അപ്പോൾ കൺസ്യൂമർ ഡാറ്റ റിട്രീവ് ചെയ്യും, എപ്പം ക്യൂവിൽ നിന്ന് എടുക്കും, എപ്പോഴാണ് ആവശ്യമുള്ളപ്പോൾ നീഡഡ് ആയിട്ടുള്ള സമയത്ത് അത് എടുക്കും. ഓക്കെ, സോ പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ ഡു നോട്ട് കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി ഹിയർ ആസ് ഇൻ ദ പ്രീവിയസ് communication model. The publisher and the subscriber won't communicate directly, they will communicate with help of a broker. So like that, here they will not communicate directly, a queue is present in between them. Okay, so this is push and pull model. സോ ഇതിലുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ്? പബ്ലിഷർ ഉണ്ട്, ക്യൂ ഉണ്ട്, കൺസ്യൂമർ ഉണ്ട് അല്ലേ. അപ്പോൾ പബ്ലിഷർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാറ്റ എവിടേക്ക് പുഷ് ചെയ്യും? ക്യൂവിലേക്ക് പുഷ് ചെയ്യും. സോ പബ്ലിഷർ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറാണ്, സെൻസ് ഡാറ്റ ടു ദ ക്യൂ. പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റ ഒക്കെ അതിന് റിട്രീവ് ചെയ്തെടുക്കണ വരെ അവിടെ സ്റ്റോർ ചെയ്യും. പിന്നെ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഡാറ്റ പുൾ ചെയ്യുന്ന ആളാണ്, ഡാറ്റ ക്യൂവിൽ നിന്ന് പുൾ ചെയ്യും കൺസ്യൂമർ. ഓക്കെ, സോ ഹൗ ഇറ്റ് വർക്ക്? ദ പബ്ലിഷർ സെൻസ് ഡാറ്റ ടു ദ ക്യൂ. പബ്ലിഷർ ആദ്യം ക്യൂവിലേക്ക് ഡാറ്റ അയക്കും. എന്നിട്ട് ക്യൂവിൽ എപ്പോഴും ഈ ഡാറ്റ സേഫായിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് നിന്നുണ്ടാവും. പിന്നെ കൺസ്യൂമർ ആവശ്യമുള്ള സമയത്ത് ക്യൂന്ന് ഡാറ്റ എടുക്കും. അതാണ് ഇവിടുത്തെ പ്രോസസ്സ്. പിന്നെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? പബ്ലിഷർ ആൻഡ് കൺസ്യൂമർ വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി, അതായത് ഒരു തമ്മിൽ ഒരു കോൺടാക്റ്റും ഇല്ല, ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. പിന്നെ ഡാറ്റ ലോസ്റ്റ് ആവില്ല. ഓക്കെ, അതായത് ഇപ്പം പബ്ലിഷർ ഇങ്ങനെ സെൻഡ് ചെയ്യാണ്, പക്ഷേ കൺസ്യൂമർ ആക്സെപ്റ്റ് ചെയ്യില്ലെങ്കിൽ അവിടെ ഡാറ്റ ലോസ് ആവില്ല, കാരണം ഇവിടെ എന്താ ക്യൂവിലാണ് സ്റ്റോർ ചെയ്യണത്. Suitable for handling large amount of data. So this process is suitable for handling large amount of data. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ എന്താ പറഞ്ഞത്?
സെക്യൂരിറ്റി ക്യാമറ, അതായത് ഒരു പബ്ലിഷർ. ഓക്കെ, സെക്യൂരിറ്റി ക്യാമറ വീഡിയോ കണ്ടിന്യൂസ്ലി റെക്കോർഡ് ചെയ്തുകൊണ്ട് നിൽക്കും. ഈ റെക്കോർഡ് ചെയ്ത വീഡിയോ ഒക്കെ ഡയറക്റ്റ്ലി കൺസ്യൂമർക്ക് അയക്കാതെ അതൊരു ക്യൂവിൽ സ്റ്റോർ ചെയ്യും. സോ മോണിറ്ററിങ് ആപ്ലിക്കേഷൻ, അതായത് കൺസ്യൂമറാണ്. അപ്പോൾ ഇവരെന്താക്കും, മോണിറ്ററിങ് ആപ്ലിക്കേഷൻ ഈ ഡാറ്റ ക്യൂവിൽ സ്റ്റോർ ചെയ്ത് ഡാറ്റ എപ്പോഴാണ് റിട്രീവ് ചെയ്യുക, ആവശ്യമുള്ള സമയത്ത് അത് റിട്രീവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാറ്റാസൊക്കെ ഇവിടെ എഫിഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഡീകപ്ലിംഗ് എന്താ അറിയാമല്ലോ അല്ലേ? അതായത് പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഭയങ്കര ഫ്ലെക്സിബിളും സ്കെയിലബിലിറ്റിയും ഇവിടെ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ റെഡ്യൂസ്ഡ് ലാറ്റൻസി, അതായത് ഡാറ്റ ക്യൂവിൽ പെട്ടെന്ന് എത്തും അല്ലേ? അപ്പോൾ എന്താണ്, ഈ പുഷ് മെക്കാനിസം ആയിട്ട് ഡാറ്റ ഡെലിവറിയൊക്കെ ഫാസ്റ്റായിട്ട് നടക്കും. പിന്നെ ബഫർ എന്ന് പറഞ്ഞാൽ എന്താ, ക്യൂ ഒരു ടെമ്പററി സ്റ്റോറേജ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ക്യൂ ആക്ട് ആസ് എ ബഫർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ടെമ്പററി സ്റ്റോറേജ് ആണ്. സോ മിസ്മാച്ച് ബിറ്റ്വീൻ പ്രൊഡക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ റേറ്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യും ഇവിടെ. അതായത് ഇപ്പോൾ പ്രൊഡ്യൂസർ സെൻഡ് ചെയ്തിട്ട് പക്ഷേ കൺസ്യൂമറിൽ എത്തിയില്ല, അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. അതൊക്കെ ഇവിടെ ഹാൻഡിൽ ചെയ്യും ബഫർ. പിന്നെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡാറ്റ ഭയങ്കര സ്പീഡിലാണ് പോവുക. അതായത് കൺസ്യൂമറിന് ഡാറ്റ ആവശ്യമുള്ളപ്പോൾ എടുക്കുക. അപ്പോൾ അത് ഭയങ്കര ഫ്ലെക്സിബിളാണ്. സോ എക്സാമ്പിൾ നോക്ക്, ഇൻ ആൻ അഗ്രികൾച്ചറൽ IoT സിസ്റ്റം സോയിൽ മോയ്സ്ചർ സെൻസർ പുഷസ് ഡാറ്റ ടു ദ ക്യൂ. അതായത് ഇപ്പോൾ ഒരു അഗ്രികൾച്ചർ സിസ്റ്റത്തിൽ സോയിൽ മോയ്സ്ചർ നോക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ സോയിൽ മോയ്സ്ചർ കണ്ടിന്യൂസ്ലി ഇത് മോണിറ്റർ ചെയ്തിട്ട് ഈ ഡാറ്റ എന്താക്കും, ക്യൂവിലേക്കാണ് പുഷ് ചെയ്യുക. എന്നിട്ട് ഫാമർ എന്താക്കും, ഈ ഫാമർ ആവശ്യമുള്ളപ്പം ഈ ക്യൂന്ന് ഡാറ്റ എടുക്കും. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചർ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്മാർട്ട് ഫോണിൽ ഈ ഡാറ്റ എടുക്കും. ഓക്കെ, സോ അതൊരു പുഷ് പുള്ളിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, സോ പുഷ് പുൾ കമ്മ്യൂണിക്കേഷൻ മോഡൽ മനസ്സിലായില്ലേ? ഇനി എൻ്റെ ഡയഗ്രാം പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, പബ്ലിഷർ ഇവിടെ കണ്ടോ, പബ്ലിഷർ സെൻസ് ഡാറ്റ അത് ടു ദ ക്യൂവിലേക്ക് ഡാറ്റ അയക്കും അല്ലേ? എന്നിട്ട് മെസ്സേജ് ക്യൂവിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതാണ് ക്യൂ അല്ലേ, ഇത് രണ്ടുമാണ് ക്യൂ. അപ്പോൾ ഇതിലേക്ക് പുഷ് ചെയ്യും. എന്നിട്ട് കൺസ്യൂമർ എന്താക്കും, പുള്ളെയ്യും അല്ലേ? ആവശ്യമുള്ളപ്പം അതിന് ഈ ക്യൂന്ന് ഡാറ്റാസ് പുള്ളെയ്യും. ഓക്കെ, ഇതാണ് പുഷ് പുള്ളിൻ്റെ ഡയഗ്രാംസൊക്കെ കറക്റ്റ് വരച്ച് പഠിക്കണം കേട്ടോ. സോ ഇവിടെ നോക്ക്, അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഡയഗ്രാം. ഇവിടെ എന്താ പറയണത്, പബ്ലിഷർ ഉണ്ടാവില്ലേ? പബ്ലിഷർ ഇങ്ങനെ എന്താക്കും, ഈ ഡാറ്റാസ് ഇങ്ങനെ ക്യൂവിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പോൾ ഇവിടെ ഡാറ്റ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് നിൽക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ കൺസ്യൂമർ ഡാറ്റ പുള്ളെയ്യും. ഓക്കെ, പുൾഡ് ഇവിടെ പുഷാണ് കേട്ടോ. സോ ഇതാണ് പുഷ് പുൾ മെക്കാനിസം. ഡയഗ്രാം മനസ്സിലായില്ലേ? സിമ്പിൾ ഡയഗ്രാമാണ്. ഓക്കെ, സോ പുഷ് പുൾ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു. ആൻഡ് നെക്സ്റ്റ് ഇസ് ദിസ് മോഡൽ ഇൻവോൾവ്സ് ഡാറ്റ പ്രൊഡ്യൂസേഴ്സ്, ക്യൂസ് ആൻഡ് ഡാറ്റ കൺസ്യൂമേഴ്സ്. അപ്പോൾ അവിടെ പബ്ലിഷേഴ്സും ഉണ്ട്, കൺസ്യൂമേഴ്സും ഉണ്ട്, പിന്നെ ക്യൂ ഉണ്ട്. ഓക്കെ, പിന്നെ വർക്കിംഗ് പ്രോസസ് ആസ് വി സെഡ്, പബ്ലിഷർ ഡാറ്റ ക്യൂവിലേക്ക് പുഷ് ചെയ്യും. എന്നിട്ട് കൺസ്യൂമർ അതിന് ഡാറ്റ ആവശ്യമുള്ളപ്പം പുൾ ചെയ്യും. ഓക്കെ, സോ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ആർ ഡീകപ്പിൾഡ്. അതായത് രണ്ടാളും ഡയറക്റ്റ്ലി ഒരു കമ്മ്യൂണിക്കേഷനും ഒരു അവയർനെസ്സും അവിടെ ഇല്ല. ഓക്കെ, സോ ക്യൂസ് ആക്ട് ആസ് എ ബഫർ എന്ന് പറഞ്ഞാൽ എന്താ, മിസ്മാച്ച് കുറയ്ക്കാൻ അല്ലേ? പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിലുള്ള സ്പീഡ് ഇമ്പ്രൂവ് ചെയ്തിട്ട് മിസ്മാച്ച് റേറ്റ് മാനേജ് ചെയ്യാനാണ് ബഫർ ഉള്ളത്. ഓക്കെ, അപ്പോൾ ക്യൂ ഒരു ബഫറായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുക. ഓക്കെ, സോ ഫോർത്ത് IoT കമ്മ്യൂണിക്കേഷൻ മോഡലാണ് എക്സ്ക്ലൂസീവ് പെയർ. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് വൺ. ഫസ്റ്റ് നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഫസ്റ്റ് പഠിച്ചത് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് മോഡൽ അല്ലേ? റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് മോഡൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പബ്ലിഷ് ആൻഡ് സബ്സ്ക്രൈബർ മോഡൽ പഠിച്ചു അല്ലേ? പബ്ലിഷ് ആൻഡ് സബ്സ്ക്രൈബർ മോഡൽ പഠിച്ചു. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് പുഷ് ആൻഡ് പുൾ മോഡൽ പഠിച്ചു. ആൻഡ് അറ്റ് ലാസ്റ്റ് വി ഹാവ് എക്സ്ക്ലൂസീവ് പെയർ. സോ ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മോഡലാണ് എക്സ്ക്ലൂസീവ് പെയർ. സോ ഇതിലെന്താ പറയണത് നോക്കാം എക്സ്ക്ലൂസീവ് പെയറിൽ. സോ ദ എക്സ്ക്ലൂസീവ് പെയർ മോഡൽ is an IoT communication model where two devices stay connected continuously and can send and receive data at same time. അപ്പം നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ മോഡലിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മോഡലാണ് എക്സ്ക്ലൂസീവ് കമ്മ്യൂണിക്കേഷൻ മോഡൽ, എക്സ്ക്ലൂസീവ് പെയർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ, ഒരു പെയർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. പെയർ എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ? സോ എക്സ്ക്ലൂസീവ് പെയർ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു IoT കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. രണ്ട് ഡിവൈസസ് കണ്ടിന്യൂസ്ലി അവിടെ കണക്റ്റഡ് ആയിട്ട് റിമെയിൻ ചെയ്തുകൊണ്ട് നിൽക്കും. എല്ലാ ടൈമും ഒരു ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്ത് റിസീവ് ചെയ്ത് നിൽക്കും. അതായത് ഇവിടെ ഒരു ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷനാണ് ഉള്ളത്. ഓക്കെ, സോ എക്സാമ്പിൾ നോക്ക്, എ സ്മാർട്ട് ഹോം സെക്യൂരിറ്റി ക്യാമറ മെയിൻറ്റെയിൻസ് എ കണ്ടിന്യൂസ് കണക്ഷൻ വിത്ത് എ മൊബൈൽ ആപ്പ്. അതായത് ഇപ്പം നമ്മളെ വീട്ടിൽ CCTV ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈവായിട്ട് CCTVയിൽ എന്താണോ ക്യാപ്ചർ ചെയ്തത് ലൈവായിട്ട് കണ്ടുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഉണ്ടല്ലോ CCTV. ലൈവ് വീഡിയോസ് നമുക്ക് കാണാം ആ ഫോണിൽ കൂടെ അല്ലേ, യൂസറിൻ്റെ ഫോണിൽ കൂടെ. അതെന്താണ്, ഒരു എക്സ്ക്ലൂസീവ് പെയർ കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, സോ അഡ്വാൻറ്റേജസ് എന്താ പറയുന്നത്, ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ലോ ഡിലേ. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഫാസ്റ്റാണ് ആൻഡ് ഡിലേ കുറവാണ്. പിന്നെ കണ്ടിന്യൂസ് 2-way കമ്മ്യൂണിക്കേഷനാണ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ റിയൽ ടൈം ആപ്ലിക്കേഷനാണ്. ഓക്കെ, സോ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ വെബ് സോക്കറ്റാണ്.
ഓക്കെ, സോ ആഫ്റ്റർ ദ അഡ്വാൻറ്റേജസ് ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഇപ്പം ഒരു എക്സ്ക്ലൂസീവ് പെയറിൽ കമ്മ്യൂണിക്കേഷൻ മോഡൽ, എക്സ്ക്ലൂസീവ് പെയർ കമ്മ്യൂണിക്കേഷൻ മോഡൽ അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. സോ ഫസ്റ്റ് എന്താക്കും, ഇവിടെ എന്താണ്, രണ്ടാളും മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് അല്ലേ. സോ രണ്ടാളും രണ്ട് ഡിവൈസസും കണ്ടിന്യൂസ്ലി കണക്റ്റഡായി നിൽക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കണക്ഷൻ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഫസ്റ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവിടെ ഡാറ്റ സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, സോ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാതെ ഇവർക്ക് എന്താക്കാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതെന്താണ്, ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അപ്പോൾ ക്ലൈൻറ്റ് എന്താക്കും, ക്ലൈൻറ്റും ഉണ്ട് ഇവിടെ, അതേപോലെ സെർവറുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലൈൻറ്റാണ് ഒരു കണക്ഷന് ഒരു റിക്വസ്റ്റ് കൊടുക്കുക അല്ലേ. ഫസ്റ്റ് ക്ലൈൻറ്റാണ് ഇനിഷ്യേറ്റ് ചെയ്യുക, ഒരു കണക്ഷൻ റിക്വസ്റ്റ് സെർവറിലേക്ക് കൊടുക്കും. അപ്പോൾ ഈ സെർവർ എന്താക്കും, ഒരു സെർവർ എക്നോളജ്മെൻറ്റ് കൊടുക്കും. അതായത് ഞാനിപ്പോൾ ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് അയച്ചാൽ ഇവിടെ നിന്ന് ഒരു എക്നോളജ്മെൻറ്റ് കിട്ടണം. അതായത് ഈ കണക്ഷൻ റിക്വസ്റ്റ് അവിടെ സെർവർ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഇപ്പോൾ ക്ലൈൻറ്റ് റിക്വസ്റ്റ് കൊടുത്തു, സെർവർ അത് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ എന്താക്കും, ഒരു തമ്മിലുള്ള കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. പിന്നെ ഡാറ്റ എക്സ്ചേഞ്ച് എന്താണ്, കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലൈൻറ്റും സെർവറും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റാസ് കണ്ടിന്യൂസ്ലി എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കും. രണ്ട് സെർവറിനും ക്ലൈൻറ്റിനും സെർവറിനും എറ്റ് ടൈം സെൻഡ് ചെയ്യുകയും ചെയ്യാം, റിസീവ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്മാർട്ട് ക്യാമറ നമ്മൾ ലൈവ് വീഡിയോ ഫോണിൽ കാണുന്ന പോലെയാണ് അതിൻ്റെ എക്സാമ്പിൾ. അത് കഴിഞ്ഞിട്ട് കണക്ഷൻ ടെർമിനേഷൻ. അപ്പം ഇവർക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ക്ലൈൻറ്റ് എന്താക്കും, കണക്ഷൻ ക്ലോസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കും. പിന്നെ ഒരു സെർവർ കൺഫർമേഷൻ, അതായത് ഈ സെർവർ എന്താക്കും, എക്നോളജ് ചെയ്യും, ക്ലോഷർ റിക്വസ്റ്റ്, അതായത് ഈ കണക്ഷൻ ക്ലോസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് അവിടെ ആക്സെപ്റ്റ് ചെയ്യും സെർവർ. അങ്ങനെയാണ് ഈ 5 സ്റ്റെപ്പുള്ളത്: കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, സെർവർ എക്നോളജ്മെൻറ്റ്, ഡാറ്റ എക്സ്ചേഞ്ച്, കണക്ഷൻ ടെർമിനേഷൻ ആൻഡ് സെർവർ കൺഫർമേഷൻ. ഓക്കെ, സോ യൂസ് കേസ് എന്താണ്, ഓട്ടോണോമസ് വെഹിക്കിൾ, അതായത് മെയിൻറ്റെയിനിങ് എ പെർസിസ്റ്റൻറ്റ് കണക്ഷൻ ഫോർ നാവിഗേഷൻ ആൻഡ് കൺട്രോൾ, ഡാറ്റ എക്സ്ചേഞ്ച്. അതായത് ഇപ്പോൾ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറാണെന്ന് വിചാരിക്കും. ഓട്ടോണോമസ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ സെൽഫ് ഡ്രൈവിംഗ് കാറാണല്ലോ. ഇവർ ട്രാഫിക്കിൻ്റെ ഡാറ്റാസൊക്കെ കണ്ടിന്യൂസ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കും. അതായത് വെഹിക്കിളിൻ്റെ സ്പീഡ്, ലൊക്കേഷന്, റോഡിൻ്റെ കണ്ടീഷൻ എന്താ, ട്രാഫിക് എന്താണെന്നൊക്കെ. ഓക്കെ, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ, സെൽഫ് ഡ്രൈവിംഗ് കാറല്ലേ. സോ അതൊരു എക്സ്ക്ലൂസീവ് പെയർ മോഡലിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഡയഗ്രാം കാണാം. അപ്പോൾ എന്താ ഡയഗ്രത്തിൽ പറയുന്നത്, എക്സ്ക്ലൂസീവ് പെയർ കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് എന്താ നടക്കുക, ഫസ്റ്റ് ക്ലൈൻറ്റ് റിക്വസ്റ്റ് കൊടുക്കും, കണക്ഷൻ കൊടുക്കാനുള്ള. അപ്പം അത് സെർവർ എന്താക്കും, കണക്ഷൻ്റെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ മെസ്സേജ് ക്ലൈൻറ്റ് സെർവറിലേക്ക് കൊടുക്കും, സെർവർ ഇങ്ങോട്ട് അയക്കും. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇനി കണക്ഷൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എന്താക്കും, ക്ലൈൻറ്റ് ക്ലോസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കും, അതെന്താക്കും, സെർവർ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ്. സിമ്പിൾ അല്ലേ കമ്മ്യൂണിക്കേഷന്. ഓക്കെ, സോ അതിൻ്റെ വേറെ ഡയഗ്രാണ് സെയിം. ഓക്കെ, ഇവിടെ ക്ലൈൻറ്റും ഉണ്ട്, സെർവറും ഉണ്ട്. ഓക്കെ, റിക്വസ്റ്റ് കൊടുക്കും, റെസ്പോൺസ് ആക്സെപ്റ്റ് ചെയ്യും, മെസ്സേജ് അയക്കും, മെസ്സേജ് സെർവർ ക്ലൈൻറ്റിന് അയക്കും. പിന്നെ കണക്ഷൻ ക്ലോസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കും, കണക്ഷൻ ക്ലോസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ഇവിടെ റെസ്പോൺസ് സെർവർ ക്ലൈൻറ്റിലേക്ക് കൊടുക്കും. സോ ഇതൊരു ഫുൾ ഡ്യൂപ്ലെക്സ് ആൻഡ് ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഫുൾ ഡ്യൂപ്ലെക്സ് പറഞ്ഞാൽ എന്താ, അറ്റ് സെയിം ടൈമിൽ ബോത്ത് ക്ലൈൻറ്റ് ആൻഡ് സെർവറിന് ഡാറ്റ അയക്കുക അല്ലേ, രണ്ടാൾക്കും അങ്ങോട്ടും. ഇപ്പോൾ ഒരു വീഡിയോ കോളൊക്കെ എന്താ, രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലേ. സോ അതെന്താണ്, ഒരു ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും ബൈ ഡയറക്ഷണലും, രണ്ട് ഡയറക്ഷനിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അറ്റ് സെയിം ടൈം കമ്മ്യൂണിക്കേറ്റും ചെയ്യുക. സോ അതാണ് ഫുൾ ഡ്യൂപ്ലെക്സ് ആൻഡ് ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ ഇവിടെ ബൈ ഡയറക്ഷണൽ ആൻഡ് ഫുൾ ഡ്യൂപ്ലെക്സ് ആണ്. പിന്നെ കണക്ഷൻ പെർസിസ്റ്റൻറ്റ് കണക്ഷനാണ് ക്ലൈൻറ്റിൻ്റെയും സെർവറിൻ്റെയും ഇടയിൽ. ഓക്കെ, പിന്നെ കമ്മ്യൂണിക്കേഷൻ വൺസ് ദ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഓപ്പൺ ആയിട്ട് നിൽക്കും. അതായത് ക്ലൈൻറ്റ് ഒരു റിക്വസ്റ്റ്, ക്ലോഷറിനുള്ളൊരു റിക്വസ്റ്റ് കൊടുക്കണ വരെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ബോത്ത് ക്ലൈൻറ്റ് ആൻഡ് സെർവർ ക്യാൻ സെൻഡ് മെസ്സേജ് ആഫ്റ്റർ സെറ്റപ്പ്. അപ്പോൾ കണക്ഷൻ അവിടെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലൈൻറ്റിനും സെർവറിനും രണ്ടാൾക്ക് മെസ്സേജ് അയക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, പിന്നെ ഈ മോഡൽ എന്താണ്, സ്റ്റേറ്റ്ഫുൾ മോഡലാണ്. അതായത് സ്റ്റേറ്റ്ഫുൾ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സെർവർ കണക്ഷൻ റിമെമ്പർ ചെയ്യും അല്ലേ. അതായത് എല്ലാ കണക്ഷൻ ഓൾ കണക്ഷൻ ഈ ക്ലൈൻറ്റ് എന്താക്കും, അവിടെ റിമെമ്പർ ചെയ്തുകൊണ്ട് നിൽക്കും. അതാണ് സ്റ്റേറ്റ്ഫുൾ അല്ലേ. കാരണം എല്ലാത്തിനും റിമെമ്പർ ഉണ്ടാവും. അതായത് മുമ്പ് എന്ത് നടന്നെന്നുള്ള ഒരു ട്രേസ് അവിടെ ഉണ്ടാവും. ഓക്കെ, അതാണ് സ്റ്റേറ്റ്ഫുൾ കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണ്, എനേബിൾസ് കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് റീ എസ്റ്റാബ്ലിഷിങ് കണക്ഷൻ. അതായത് ഇപ്പം എയും ബിയും ഉണ്ട്. അപ്പോൾ എക്കും ബിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒറ്റ പ്രാവശ്യം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. കുറേ പ്രാവശ്യം ഓരോ മെസ്സേജിനും കണക്ഷൻ കൊടുക്കണ്ട. ഒറ്റ പ്രാവശ്യം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കണ്ടിന്യൂസ്ലി മെസ്സേജ് അയക്കാം. ആവശ്യം ഇല്ലാത്ത ആവുമ്പോൾ മാത്രം അത് ക്ലോസ് ചെയ്താൽ മതി. അതുവരെ ഇവർക്ക് കണക്ട് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലേ.
എപ്പോഴും ഇങ്ങനെ റീകണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടുത്തെ മെയിൻ അഡ്വാൻറ്റേജ്. എക്സാമ്പിൾ ഏതാണ്? വെബ് സോക്കറ്റ്, TCP/IP സോക്കറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ ഇവിടെ എക്സാമ്പിളാണ്. ഓക്കെ.